കൊള്ളായിരുന്നു, നല്ല സൂപ്പറായിരുന്നു. പക്ഷേ പോക്കറ്റ് വാച്ച് പോലെ ഒരു ഇതായിട്ട് വന്നില്ല. പക്ഷേ മമ്മൂക്ക ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. എന്തൊരു ഫൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി ഫൈറ്റല്ലേ അയാൾ, ഒന്നും പറയാനില്ല. മഹാനടൻ, മലയാളത്തിലെ മെഗാസ്റ്റാർ എന്ന് വെച്ചാൽ ഇതാണ് മെഗാസ്റ്റാർ. ഫൈറ്റ് കാണിച്ച് തന്നിട്ടുണ്ട്, സൂപ്പറായിരുന്നു. ഒമ്മോ വില്ലൻ കിടുക്കി കളഞ്ഞില്ലേ, എന്തൊരു കിടുക്കും, സെറ്റായിരുന്നു. അതെല്ലാം ഫൈറ്റ് എന്നാണ്. ഫസ്റ്റ് ഫൈറ്റ് മമ്മൂക്ക വരുമ്പോഴുള്ളത് അതൊരു ഫൈറ്റ് തന്നെയാണ്. പള്ളിയിലുള്ള ഫൈറ്റ് എന്ന് പറയുന്നത് ജോസ് ചെയ്യാൻ വരുമ്പോഴത്തേക്കുള്ള ഒരു ഫൈറ്റ് ഉണ്ട്, അതൊരു പൊളി ഫൈറ്റാണ്. പടം പക്ഷേ വലിയ സ്റ്റോറി ആയിട്ട് അങ്ങനെയൊന്നുമില്ല. വൈശാഖൻ്റെ പടമല്ലേ, പോക്കറ്റ് രാജ് ഭയങ്കര ഹൈപ്പ് പടമാണ്, ഒരു രക്ഷയില്ലാത്തതാണ്. പക്ഷേ നമ്മൾ അതൊക്കെ എല്ലാം വിചാരിച്ച് വന്നെങ്കിലും പക്ഷേ നമുക്ക് ആ ഒരു സ്റ്റോറി വന്നിട്ടില്ലെങ്കിൽ നമുക്ക് മമ്മൂക്കയിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതായത് ഫൈറ്റ്, പിന്നെ കോമഡി, അത് കണക്ക് ആരും ചെയ്യൂല. അതും മമ്മൂക്ക ഒരു റോൾ ചെയ്തതിൽ ഹാപ്പിയാണ്, എനിക്കത് ഇഷ്ടപ്പെടും. മമ്മൂക്കയുടെ ഫൈറ്റ് കാര്യം, പുള്ളിക്ക് പ്രായമൊന്നും പറയാൻ പറ്റൂല, പുള്ളിയുടെ മനസ്സ്, അതാണ് പുള്ളിയുടെ മനസ്സാണ്. പ്രായമൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല, പ്രായം പറയാനേ പാടില്ല, അതെല്ലാം ഒരു നമ്പറാണ്. പുള്ളിയുടെ മനസ്സ് ഇത് കാണിക്കാനുള്ള ഒരു ഫൈറ്റ്. പാർട്ട് 2 ആയിട്ട് അങ്ങനെയൊന്നും കാണുന്നില്ല. നമുക്ക് ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ തന്നെ സെക്കൻഡ് ഹാഫ് എങ്ങനെയാണെന്ന് നമുക്ക് കറക്റ്റായി മനസ്സിലാവും. എന്നാലും മമ്മൂക്കയുടെ ഫൈറ്റിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഒരു രക്ഷയില്ല. മമ്മൂക്കാക്കി ജയ്, മമ്മൂക്കാക്കി ജയ്, മമ്മൂക്കാക്കി ജയ്.